കുഞ്ഞിനെ സ്കൂളിൽ നിന്ന് വിളിച്ചുകൊണ്ട് പോയി ഇളയ കുഞ്ഞിനെയും കൊണ്ട് മൂത്ത കുഞ്ഞിൻ്റെ കയ്യിൽ ഉറക്കി കിടത്തിയിട്ടാണ് ഞാൻ ടൈപ്പ് പഠിച്ച് പാസ്സായത്. നേരിയ മാർക്കിൻ്റെ വേരിയേഷനിൽ എനിക്ക് ആ ജോലി നഷ്ടപ്പെടുകയുണ്ടായി. അപ്പോൾ ഞാനൊരു ഡിപ്രഷൻ്റെ സ്റ്റേജിലോട്ട് ഇങ്ങനെ കയറുകയാണ്. തുഷാര ഒന്നും തോന്നരുത്, ഇയാൾക്ക് ഗവൺമെൻറ് ജോലിക്ക് ഒരു സ്കോപ്പുമില്ല എന്നെ മുഖത്ത് തുറന്ന് പറഞ്ഞു. ഇത് കേട്ടപ്പം എനിക്ക് ഭയങ്കര ഡിപ്രഷനായി. അങ്ങനെ എനിക്ക് ആദ്യമായിട്ട് എനിക്ക് അഡ്വൈസ് വരുവാണ് ഓൺ IGS എന്നുള്ള ആ ഒരു കാർഡ് കിട്ടിയ നിമിഷം അത് പറഞ്ഞറിയിക്കാൻ പറ്റാത്തതായിരുന്നു. നമസ്കാരം, എൻ്റെ പേര് തുഷാര. ഞാൻ പത്തനംതിട്ട ജില്ലയിലെ ഏഴംകുളം എന്ന സ്ഥലത്ത് താമസിക്കുന്നു. ഞാനിപ്പോൾ വർക്ക് ചെയ്യുന്നത് കേരള സ്റ്റേറ്റ് പൊല്യൂഷൻ കൺട്രോൾ ബോർഡിൻ്റെ ഡിസ്ട്രിക്റ്റ് ഓഫീസായ പത്തനംതിട്ടയിലാണ്. എൻ്റെ വീട്ടിൽ ഹസ്ബൻഡ്, 2 കുട്ടികൾ, പിന്നെ ഹസ്ബൻഡ് അച്ഛൻ എന്നിവരൊക്കെയാണുള്ളത്. ഞാനിപ്പോൾ 9 ലിസ്റ്റുകളിലുണ്ട്. അതെല്ലാം ദിശ BSCയുടെ ഓൺലൈൻ ക്ലാസ് റൂമിലൂടെയാണ്. ഡിഗ്രി കഴിഞ്ഞ ഉടനെ എൻ്റെ വിവാഹം കഴിഞ്ഞു. BSc ബയോടെക്നോളജി ആയിരുന്നു. MScക്ക് പോകാൻ എനിക്ക് പെർമിഷൻ അവിടെ നിന്ന് കിട്ടിയില്ല. സിറ്റുവേഷൻ ഫേവറബിൾ അല്ലായിരുന്നു. കാരണം കോട്ടയത്താണ് അഡ്മിഷനായത്. അങ്ങോട്ട് പോകാൻ പറ്റിയില്ല. പിന്നീട് ഹസ്ബൻഡിൻ്റെ സപ്പോർട്ടോടു കൂടി PGDCAക്ക് ചേർന്നു. PGDCA കഴിഞ്ഞു. അത് കഴിഞ്ഞ് MBA ഡിസ്റ്റൻ്റായിട്ട് ചെയ്തു. അത് കഴിഞ്ഞ് ടൈപ്പ് റൈറ്റിംഗ് അത് പഠിച്ചതാണ് എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ടേണിംഗ് പോയിൻ്റ് ആയത്. സത്യത്തിൽ സർക്കാർ ജോലി എന്നുള്ളൊരു സ്വപ്നം എനിക്ക് തുടങ്ങിയത് 2015 ഞാൻ അത് വേണമെന്ന് ആത്മാർത്ഥമായിട്ട് ആഗ്രഹിച്ചത്. 2013 മുതൽ ഞാനൊരു സ്കൂളിൽ CBSE സ്കൂളിൽ ടീച്ചറായിട്ട് വർക്ക് ചെയ്യായിരുന്നു. ഒരു പ്രൈവറ്റ് ഫേമിൽ വർക്ക് ചെയ്യുമ്പോഴാണ് നമുക്ക് ഗവൺമെൻറ് ജോലിയുടെ അമിതമായ ഒരു ആരാധന ഉണ്ടാകുന്നത്. എനിക്കൊരു ഗവൺമെൻറ് ജോലി വേണമെന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് ആഗ്രഹിച്ചു. അങ്ങനെ ഹസ്ബൻഡിൻ്റെ പെർമിഷനോടുകൂടി ഞാൻ സൺഡേ കോച്ചിങ്ങിന് ഡിഗ്രി ലെവൽ ബാച്ചിൽ ജോയിൻ ചെയ്തു. എൻ്റെ കുഞ്ഞിനെയും കൂട്ടിയാണ് ഞാൻ പോകുന്നത്. കാരണം കുഞ്ഞിനെ വീട്ടിൽ നോക്കാൻ വേറെ ആരും ഇല്ല. അതിനെയും കൊണ്ടുപോകും, വൈകുന്നേരം കൊണ്ടുവരും. പിന്നെ വീട്ടിലെ ജോലി, സ്കൂളിലെ ജോലി എല്ലാം കൂടെ എനിക്ക് പറ്റുന്നില്ലായിരുന്നു. അങ്ങനെ ഞാൻ 2016 ഞാൻ സ്കൂളിലെ ജോലി റിസൈൻ ചെയ്തു. എന്നിട്ട് റെഗുലർ ബാച്ചിൽ പോകാൻ തുടങ്ങി. 2016 ഞാൻ ആദ്യമായിട്ട് ഒരു PSCയുടെ ഒരു ലിസ്റ്റ് വരികയാണ്. 68.67 മാർക്ക്, യൂണിവേഴ്സിറ്റി അസിസ്റ്റൻ്റ്. 68.67 മാർക്ക് എനിക്കതിന് ലഭിക്കുകയുണ്ടായി. ഞാൻ പക്ഷേ ഒരു 70-ന് മേളിൽ കൂട്ടി വെച്ചതാണ്. അൺഫോർച്ചുനേറ്റ്ലി ഒരു 6 മാർക്കോ സംതിങ് ഡെലിഷൻ പോയി. പിന്നെ എൻ്റെ ബബിളിങ്ങിലുള്ള മിസ്റ്റേക്ക് കൊണ്ടാവാം, ഞാൻ വിചാരിച്ച അത്രയും മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റിയില്ല. സപ്ലിമെൻ്ററി ലിസ്റ്റിലാണ് ഞാൻ ഉൾപ്പെട്ടത്. നേരിയ മാർക്കിൻ്റെ വേരിയേഷനിൽ എനിക്ക് ആ ജോലി നഷ്ടപ്പെടുകയുണ്ടായി. അപ്പോൾ ഞാനൊരു ഡിപ്രഷൻ്റെ സ്റ്റേജിലോട്ട് ഇങ്ങനെ കയറുകയാണ്. പഠിച്ചെഴുതിയ ആദ്യ പരീക്ഷയിൽ സപ്ലിമെൻ്ററി ലിസ്റ്റിൽ ഉൾപ്പെടാൻ പറ്റുകയുള്ളൂ. ഞാൻ കൂടുതൽ പ്രതീക്ഷ വെച്ചതാണ് എൻ്റെ ഡിപ്രഷന് കാരണം. എന്നിരുന്നാലും ഞാൻ എൻ്റെ പഠിത്തം കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരുന്നു. 2017 വില്ലേജ് ഫീൽഡ് അസിസ്റ്റൻറ്റിൻ്റെ റാങ്ക് ലിസ്റ്റ് വരുന്നു. അതിൽ ഞാൻ സപ്ലിമെൻ്ററി ലിസ്റ്റിൽ 32ാമത്. എൻ്റെ മാർക്ക് 74.04 മാർക്ക്. അവിടെയും നേരിയ മാർക്കിന് എനിക്ക് ജോലി നഷ്ടപ്പെടുന്നു. പിന്നെയും ഞാൻ തളർന്നില്ല, ഞാൻ പഠിച്ചുകൊണ്ടേയിരുന്നു. 2018 വിമൻസ് പോലീസ് കോൺസ്റ്റബിൾ റിട്ടൺ ടെസ്റ്റ് ഞാൻ പാസ്സായി. ഇനി വലിയൊരു കടമ്പയാണുള്ളത്. ഫിസിക്കൽ ടെസ്റ്റ് പാസ്സാകണം. അതിനുവേണ്ടി ട്രെയിനിങ് ആവശ്യമുണ്ട്. അപ്പോൾ പോലീസിൻ്റെ ട്രെയിനിങ് എവിടെ ലഭിക്കുമെന്ന് ഹസ്ബൻഡിൻ്റെ സഹായത്തോടു കൂടി ഞങ്ങൾ പത്തനംതിട്ട എല്ലാം തിരക്കാൻ തുടങ്ങി. പത്തനംതിട്ട സ്റ്റേഡിയത്തിൽ അങ്ങനെ ഒരു പോലീസ് ട്രെയിനിങ് കൊടുക്കുന്നതായി ഞങ്ങൾ അറിഞ്ഞു. അങ്ങനെ അവിടെ പോയി തിരക്കിയപ്പോൾ 7:30-ക്കാണ് ആ ബാച്ച്. എനിക്കൊരിക്കലും വീട്ടിൽ നിന്ന് എത്തിപ്പെടാൻ പറ്റത്തില്ല. കാരണം ഞങ്ങളുടെ വീട്ടിൽ നിന്നും 18 കിലോമീറ്ററോളം ദൂരെയാണ് സ്റ്റേഡിയം. രാവിലെ കുഞ്ഞിനെ സ്കൂളിൽ വിടണം, വീട്ടുജോലി എല്ലാം കൂടെ എനിക്കത് പോയി ട്രെയിനിങ് ചെയ്യാനുള്ള സിറ്റുവേഷൻ ഉണ്ടായിരുന്നില്ല. വളരെ നിരാശയോടെ മടങ്ങി. തിരിച്ചു പോരുന്ന വഴിയിൽ കൊടുമൺ സ്റ്റേഡിയത്തിൽ വെച്ച് ഒരു ഫിസിക്കൽ എഡ്യൂക്കേഷൻ മാസ്റ്റർ പിള്ളേർക്ക് ഇങ്ങനെ സ്കൂളിൽ എന്തോ ഒരു കോമ്പറ്റീഷനുമായിട്ട് ബന്ധപ്പെട്ട് ഇങ്ങനെ ട്രെയിനിങ് കൊടുക്കുന്നത് കണ്ടു. അത് കണ്ട് ഹസ്ബൻഡ് എൻ്റെ നിരാശ കണ്ടുകൊണ്ട് അവിടെ വണ്ടി നിർത്തി ആ സാറിനോട് അതിനെപ്പറ്റി തിരക്കി ഇങ്ങനെ വിവരങ്ങളെല്ലാം പറഞ്ഞു. സാറ് വീട് എവിടെയാണെന്ന് തിരക്കുകയും അവിടെ ഞങ്ങളുടെ വീടിനടുത്ത് തന്നെ അറുകാലിക്കൽ എന്ന് പറയുന്ന ഒരു സ്റ്റേഡിയത്തിൽ ഇതുപോലൊരു പ്രോഗ്രാം അവിടെ ഉണ്ട്, അവിടുത്തെ ഫിസിക്കൽ എഡ്യൂക്കേഷൻ മാസ്റ്ററുമായിട്ട് സംസാരിക്കാൻ പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ നേരെ അവിടോട്ട് ചെന്നു. ആ മാസ്റ്ററോട് കാര്യങ്ങളെല്ലാം പറഞ്ഞപ്പോൾ പുള്ളിക്കാരൻ ട്രെയിനിങ് തരാമെന്ന് പറഞ്ഞു. പിറ്റേ ദിവസം മുതൽ ട്രെയിനിങ്ങാണ്. പോലീസ് കോൺസ്റ്റബിൾ ആവണം എന്നുള്ള അതിയായ ഒരു ആഗ്രഹം, യൂണിഫോമിനോടൊരു പ്രത്യേക സ്നേഹം. ഞാൻ വളരെ ആത്മവിശ്വാസത്തോടെ പോകാൻ തുടങ്ങി. 1 മാസമായപ്പോൾ എനിക്ക് മനസ്സിലായി എന്നെ കൊണ്ടത് നടക്കത്തില്ലെന്ന്. ഞാൻ അങ്ങനെ നിരാശയോടെ അത് ഉപേക്ഷിക്കുകയാണ് ചെയ്തത്. അങ്ങനെ ഒരുപാട് പരീക്ഷകൾ ലിസ്റ്റുകളിൽ വരുന്നു, ജോലി കിട്ടുന്നില്ല. വീട്ടുകാർ പറഞ്ഞു എന്തെങ്കിലും ദോഷം കാണുമോ, ഒന്ന് പോയി ജ്യോതിഷനെ കണ്ടേക്കാം. ജ്യോതിഷനെ പോയി കണ്ടു. എൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞു. പുള്ളിക്കാരൻ പറഞ്ഞു, തുഷാര ഒന്നും തോന്നരുത്, ഇയാൾക്ക് ഗവൺമെൻറ് ജോലിക്ക് ഒരു സ്കോപ്പുമില്ല
എന്നെ മുഖത്ത് തുറന്ന് പറഞ്ഞു. ഇത് കേട്ടപ്പം എനിക്ക് ഭയങ്കര ഡിപ്രഷനായി. എന്നോട് പറഞ്ഞത് പ്രൈവറ്റ് ഫേമിൽ എന്തെങ്കിലും ജോലി കിട്ടത്തുള്ളൂ, ഒരു 60,000 രൂപ സാലറി വരുന്ന പ്രൈവറ്റ് ഫേം ജോലി നോക്കിയാൽ മതി. എൻ്റെ മകളോടും ഞാൻ പറഞ്ഞിട്ടുണ്ട്, അവൾക്ക് ഗവൺമെൻറ് ജോലിക്ക് യോഗമില്ല എന്ന്. അങ്ങനെ പുള്ളിക്കാരൻ പറഞ്ഞെങ്കിലും എനിക്ക് പിൻവാങ്ങാൻ ഞാൻ തയ്യാറല്ലായിരുന്നു. ഞാൻ വീണ്ടും പഠിച്ചു. പക്ഷേ അവിടെ ഒരു ട്വിസ്റ്റ് നടന്നത്, എനിക്ക് ഒരു കുറച്ചുകൂടെ സബ്ജക്റ്റ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള ഒരു തസ്തിക നോക്കി പഠിക്കാൻ എനിക്ക് തോന്നി. അങ്ങനെ ഞാൻ ടൈപ്പ് റൈറ്റിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പോയി. അടൂരിലുള്ള ഗണേശ് ഇൻസ്റ്റിറ്റ്യൂട്ട് വളരെ പോപ്പുലറായ ഇൻസ്റ്റിറ്റ്യൂട്ടാണ്. ടൈപ്പ് പഠിക്കാൻ പോയപ്പോൾ ഞാൻ എൻ്റെ PSC കോച്ചിങ് നിർത്തിയിരുന്നു. അവിടെ കുറേ കുട്ടികൾ കമ്പനി സ്റ്റഡി നടത്തുന്നുണ്ടായിരുന്നു. അവരുടെ ഒപ്പം കൂടി ഞാൻ പഠിക്കുമായിരുന്നു. വൈകുന്നേരം കോച്ചിങ്ങൊക്കെ കഴിഞ്ഞിട്ട് വീട്ടിൽ ചെല്ലും. പക്ഷേ വീട്ടിൽ പഠിക്കാനുള്ളൊരു സിറ്റുവേഷൻ ഇല്ല. വീട്ടിൽ ചെന്നാൽ ജോലിയോട് ജോലിയാണ്. കുഞ്ഞിൻ്റെ കാര്യങ്ങളും വീട്ടിലെ കാര്യങ്ങളും എല്ലാം നോക്കണം. അതുകൊണ്ട് രാവിലെ അത്യാവശ്യം ജോലിയൊക്കെ തീർത്ത് ടൈപ്പിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ വന്ന് പഠിക്കാറാണ് പതിവ്. പക്ഷേ എനിക്ക് അവിടെ കണ്ടിന്യൂറ്റി കിട്ടിയില്ല. രണ്ടാമത് ഞാൻ പ്രഗ്നൻ്റായി. വളരെ കോംപ്ലിക്കേറ്റഡ് ആയിരുന്നു. അതുകൊണ്ട് തന്നെ ബെഡ് റെസ്റ്റ് പറഞ്ഞു. അതുകൊണ്ട് തന്നെ എൻ്റെ ലോവർ എനിക്ക് പരീക്ഷ എഴുതാൻ പറ്റിയില്ല. അവിടെ ഒരു വലിയൊരു ഗ്യാപ്പ് വന്നു. പിന്നെ ഞാൻ ഡെലിവറിയൊക്കെ കഴിഞ്ഞ് എൻ്റെ മൂത്ത കുഞ്ഞിനെയും സ്കൂളിൽ പോയി വിളിച്ചുകൊണ്ട്, അപ്പോഴേക്കും എനിക്ക് ഇളയ കുഞ്ഞിന് 6 മാസമായി. മൂത്ത കുഞ്ഞിനെ സ്കൂളിൽ നിന്ന് വിളിച്ചുകൊണ്ട് പോയി ഇളയ കുഞ്ഞിനെയും കൊണ്ട് മൂത്ത കുഞ്ഞിൻ്റെ കയ്യിൽ ഉറക്കി കിടത്തിയിട്ടാണ് ഞാൻ ടൈപ്പ് പഠിച്ച് പാസ്സായത്. അങ്ങനെ 2021 ആയപ്പോഴേക്ക് ലോവറും ഹയറും എല്ലാം പാസ്സായി. എൻ്റെ കുഞ്ഞുങ്ങളുടെയും സഹായത്തോടു കൂടി ഞാൻ എൻ്റെ ഹയർ സഹിതം പാസ്സായി. ടൈപ്പിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ടിലെ ടീച്ചർ വളരെ സപ്പോർട്ടീവായിരുന്നു. ടീച്ചറിൻ്റെ പേര് ജയ ടീച്ചർ. പുള്ളിക്കാരി എനിക്ക് ആരെങ്കിലും മെഷീനിലുണ്ടെങ്കിൽ പുള്ളിക്കാരി സീറ്റ് മാറ്റി, ഞാൻ കുഞ്ഞിനെയും കൊണ്ട് വരുന്നതുകൊണ്ട് എനിക്ക് മെഷീൻ യൂസ് ചെയ്യാൻ എന്നെ അനുവദിക്കുമായിരുന്നു. ടീച്ചർ എനിക്ക് ഒരുപാട് ബ്ലെസ്സിങ്സും എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ച ഒരു ടീച്ചറാണ്. ഒരുപാട് പേരുടെ ബ്ലെസ്സിങ്സ് ഉള്ളതുകൊണ്ടായിരിക്കാം എനിക്ക് സർക്കാർ ജോലി എന്ന സ്വപ്നം ദിശ PSCയിലൂടെ എനിക്ക് സാധ്യമായത്. എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ച ഒരു ഫാദറിൻ്റെ പേര് എനിക്ക് എടുത്തു പറയണം. പ്രകാശ് എന്ന് പറയുന്നൊരു ഫാദറുണ്ട്. പുള്ളിക്കാരൻ മധ്യപ്രദേശിലാണ്. നാട്ടിലൊക്കെ വരുമ്പോൾ എന്നെ വന്ന് കാണുമായിരുന്നു. എൻ്റെ അവസ്ഥകളൊക്കെ ഫാദറിനറിയാം. എൻ്റെ തലയിൽ കൈവച്ച് എന്നെ അനുഗ്രഹിച്ചു. എന്നിട്ട് എന്നോട് പറഞ്ഞു, തുഷാര, നിനക്കൊരു 3 സർക്കാർ ജോലി കിട്ടുമെന്ന് എൻ്റെ മനസ്സ് പറയുന്നു. എനിക്കത് മതി. ആ ഒരു വാക്കിലൂടെ എനിക്ക് മോട്ടിവേഷൻ 100% ആയി. അങ്ങനെ എൻ്റെ വീട്ടുകാരും അച്ഛനും അമ്മയും എൻ്റെ അടുത്ത കുറേ റിലേറ്റീവ്സ്, എൻ്റെ കുഞ്ഞുങ്ങൾ, എൻ്റെ ഹസ്ബൻഡ്, അങ്ങനെ ഒരുപാട് പേര് എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചിട്ടുണ്ട്. ഈ പ്രാർത്ഥനകളുടെയൊക്കെ ഫലം എനിക്കിന്ന് സർക്കാർ ജോലിയിൽ നിന്ന് സ്വപ്നം നേടിത്തന്നു. ഒരുപാട് തവണ എൻ്റെ PSC പഠിത്തത്തിനിടയിൽ കണ്ടിന്യൂറ്റി നഷ്ടപ്പെട്ടു. എന്നാൽ ഇനി 2021 മുതൽ എനിക്ക് നന്നായിട്ട് ഫോളോ ചെയ്തു പോകാനുള്ള അവസരം കിട്ടുകയാണ്. 2021 PSCയിൽ ടൈപ്പിസ്റ്റിൻ്റെയും കമ്പ്യൂട്ടറിസ്റ്റിൻ്റെയും മഹാതിരയാണ് ഉണ്ടായത്. നോട്ടിഫിക്കേഷനോട് ബഹളം. പൊല്യൂഷൻ കൺട്രോൾ ബോർഡ് LD ടൈപ്പിസ്റ്റ് വിളിക്കുന്നു. കമ്പനി ബോർഡ് ഗ്രേഡ് 2 ടൈപ്പിസ്റ്റ് വിളിക്കുന്നു. വേരിയസ് ഡിപ്പാർട്ട്മെൻറ്റ്സ് LD ടൈപ്പിസ്റ്റ് വിളിക്കുന്നു. കമ്പ്യൂട്ടർ അസിസ്റ്റൻ്റ് യൂണിവേഴ്സിറ്റി വിളിക്കുന്നു. കമ്പ്യൂട്ടർ അസിസ്റ്റൻ്റ് സെക്രട്ടേറിയറ്റ് വിളിക്കുന്നു. അഗ്രോ മെഷീനറി വിളിക്കുന്നു. അങ്ങനെ അങ്ങനെ ഒരുപാട് നോട്ടിഫിക്കേഷൻസ് വന്ന സമയമാണ്. ഇതെല്ലാം അയക്കുകയാണ്. എല്ലാം അയച്ചു കഴിഞ്ഞു. ഇനി എനിക്കൊരു നല്ല കോച്ചിങ് വേണം. ടൈപ്പിസ്റ്റ് എനിക്ക് ഈ ഒരു സമയം ഇത് മാക്സിമം യൂട്ടിലൈസ് ചെയ്താൽ എനിക്ക് കിട്ടുമെന്നുള്ളൊരു പോസിറ്റീവ് ഫീൽ എനിക്കുണ്ട്. അതിനായിട്ട് ഞാൻ പലയിടത്തും ടൈപ്പിൻ്റെ PSC കോച്ചിങ്ങുകളൊന്നും തിരക്കുന്നു. പക്ഷേ എങ്ങുമില്ല, പത്തനംതിട്ട എങ്ങും ഇല്ല. പിന്നെ എനിക്ക് പോയി പഠിക്കാൻ പറ്റില്ല. കാരണം ഇപ്പോൾ 2 കുട്ടികളുണ്ട്. അവരുടെ കാര്യങ്ങൾ നോക്കണം. വീട്ടിൽ ഞാൻ ഒറ്റ ലേഡിയാണുള്ളത്. വീട്ടുജോലി എന്ന് പറയുമ്പോൾ വീടിനകം മാത്രമല്ല, പുറത്തും എല്ലാം ഹാൻഡിൽ ചെയ്യണം. എനിക്കൊരു ഓൺലൈൻ ക്ലാസ് വേണം. എന്നിട്ട് അത്യാവശ്യം PGDC ഒക്കെ കഴിഞ്ഞതുകൊണ്ട് കമ്പ്യൂട്ടർ നോളജൊക്കെ അത്യാവശ്യം എനിക്കറിയാം. അതുകൊണ്ട് തന്നെ ഞാൻ യൂട്യൂബിൽ അടിച്ചു നോക്കുകയാണ് ടൈപ്പിസ്റ്റിൻ്റെ കോച്ചിങ് ക്ലാസ്. ആദ്യം വന്നത് നമ്മുടെ ദിശ PSCയുടെ ക്ലാസ്സാണ്. ക്ലാസ്സുകളൊക്കെ ഞാൻ എടുത്തു നോക്കി. എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. അതിൽ നിന്ന് നമ്പർ എടുത്ത് ഞാൻ കോച്ചിങ് സെൻറ്റർ വിളിച്ച് അവർ കാര്യങ്ങളൊക്കെ എനിക്ക് പറഞ്ഞു തന്നു. അങ്ങനെ നമ്മുടെ പ്ലേ സ്റ്റോറിൽ നിന്ന് ദിശ PSC ക്ലാസ് റൂം ഡൗൺലോഡ് ചെയ്യുന്നു. ഞാൻ ടൈപ്പിസ്റ്റ് കമ്പ്യൂട്ടർ അസിസ്റ്റൻ്റ് ബാച്ചിൽ കയറി ക്ലാസ്സുകളെല്ലാം ഒന്ന് നോക്കി. പല മൊഡ്യൂളുകളായി എല്ലാം സെപ്പറേറ്റ് ചെയ്ത് നല്ല സിസ്റ്റമാറ്റിക്കായിട്ട് ക്ലാസ്സുകൾ കിടക്കുകയാണ്. ആദ്യമായിട്ട് കണ്ടത് അഖിൽറാം സാറിൻ്റെ 5 തെങ്ങ് കലാപം. അവിടെ ഞാൻ സ്റ്റാർട്ട് ചെയ്യുകയാണ്. ക്ലാസ് കണ്ടു. ചെറിയ മൊഡ്യൂളുകൾ നമുക്ക് പഠിക്കാൻ ഇഷ്ടപ്പെടും. നല്ല എക്സലൻ്റ് ക്ലാസ്സസ്, എഫക്റ്റീവ് ക്ലാസ്സസ്. അങ്ങനെ ക്ലാസ് കണ്ടു, ഓരോന്നായി കണ്ടു തുടങ്ങി. ആ ക്ലാസ് കാണുമ്പോൾ തന്നെ അതിൻ്റെ PDF നോട്ടുകൾ ഉടനെ വായിക്കും. പിന്നെ അവിടെ തന്നെ ടെസ്റ്റാണ്, ഓൺലൈൻ ടെസ്റ്റുകൾ. അപ്പോൾ തന്നെ നമുക്ക് മാർക്ക് അറിയാം. അതിൻ്റെ മാക്സിമം ക്വസ്റ്റ്യൻസ് അതിൽ കാണും. ഇങ്ങനെ ഓരോരോ മൊഡ്യൂളുകൾ. ആദ്യത്തെ ദിവസം തന്നെ ഞാൻ ഒരുപാട് വീഡിയോസ് കണ്ടു. അത്യാവശ്യം PSC നോളജ് ഉള്ളത് കൊണ്ടും GK നോളജ് ഉള്ളതുകൊണ്ടും കുറേ ക്ലാസ്സുകൾ അന്ന് തന്നെ എനിക്ക് കവർ ചെയ്യാൻ പറ്റി. പിന്നെയാണെങ്കിൽ
ഞാൻ ഒരു റാങ്ക് ഫയൽ മേടിച്ച് വെച്ചു. പകൽ മൊത്തം എനിക്ക് പഠിക്കാൻ പല പല ജോലികളാണ്. അപ്പം ഞാൻ കേട്ടാണ് പഠിച്ചത്. ലിസണിങ് ആണ്, ലേണിംഗ് ത്രൂ ലിസണിങ്, അതായിരുന്നു എൻ്റെ കൂടുതലും. ഞാൻ രാവിലെ ക്ലാസ് ഓൺ ചെയ്താൽ വൈകുന്നേരം വരെ വീട്ടുജോലികൾ ചെയ്യുമ്പോഴെല്ലാം ഹെഡ്സെറ്റ് എൻ്റെ ചെവിയിലാണ്. അതിന് വേണ്ടിയിട്ടുള്ള എല്ലാ സംവിധാനങ്ങളും ഹസ്ബൻഡ് എനിക്ക് ഒരുക്കി തന്നു. ഹെഡ്സെറ്റ് മേടിച്ചു തന്നു, ബ്ലൂടൂത്ത് സ്പീക്കർ മേടിച്ചു തന്നു. എവിടെയും ദിശ PSCയുടെ ക്ലാസ്സുകളാണ് ഞാൻ ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് കേട്ടുകൊണ്ടിരിക്കുകയാണ്. പിന്നെ നമ്മളെപ്പോഴും കേട്ട് പഠിച്ചാൽ മാത്രം നമ്മുടെ മനസ്സിൽ നിൽക്കത്തില്ല. അടുക്കള ജോലി ചെയ്യുമ്പോൾ ഒരു ചെറിയ ബുക്ക് അവിടെ കാണും. അവിടെ നമ്മളിങ്ങനെ റിപ്പീറ്റായിട്ട് ക്ലാസ്സുകൾ കേട്ടുകൊണ്ടിരിക്കുകയാണ്. കേൾക്കുമ്പോൾ ചില ചില ഷോർട്ട് കട്ടുകൾ, ചില റെയർ ക്വസ്റ്റ്യൻസ്, ഇതൊന്നും നമ്മുടെ തലയിൽ ചിലപ്പോൾ നിൽക്കില്ല. ഒന്നല്ല രണ്ടല്ല 3 തവണ റിപ്പീറ്റ് ചെയ്ത് കേട്ടാലും ചിലപ്പോൾ അങ്ങ് മറന്നു പോകും. അങ്ങനെയുള്ള കാര്യങ്ങൾ ഞാൻ എഴുതി വെക്കാനായിട്ട് അവിടെ ഒരു ബുക്കും പേനയും എനിക്കുണ്ട്. ആ ബുക്കെല്ലാം അഴുക്കാണ്. എന്നാൽ ആ ബുക്കെല്ലാം ഞാൻ പഠിക്കുന്നത് വൈകുന്നേരങ്ങളിൽ, അതായത് ഒരു 10-12 മണി വരെയൊക്കെ ഞാൻ പഠിക്കും. കുഞ്ഞുങ്ങളുടെ കാര്യമെല്ലാം കഴിഞ്ഞവരൊക്കെ ഉറങ്ങിയതിന് ശേഷം ഈ ബുക്കെടുത്ത് ഞാൻ വേറൊരു നല്ലൊരു ഡയറിയിൽ എഴുതി വെക്കും. അത് റിവൈസ് ചെയ്യും. അപ്പോൾ ഓക്കെ ആയി. ഇനി വെളുപ്പിനെ ഞാൻ 3:50 അലാറം വെക്കും. 4 മണി മുതൽ 6 മണി വരെ എഴുതി പഠിക്കാനുള്ളത്. അതായത് നമ്മുടെ കമ്പ്യൂട്ടർ ക്ലാസ്സുകളൊക്കെ സ്ക്രീന് നല്ല ഹൈ ക്വാളിറ്റി കണ്ട് എഴുതി പഠിക്കേണ്ട കാര്യങ്ങൾ, പിന്നെ ഇംഗ്ലീഷ് വൊക്കാബുലറീസ്, അങ്ങനെയുള്ള കാര്യങ്ങൾ ഒക്കെ ഞാൻ രാവിലെ 2 മണിക്കൂർ പഠിക്കും. രാത്രി ഒരു 12 മണി വരെ കറണ്ട് അഫെയർ, മലയാളം, ഇംഗ്ലീഷ്, അങ്ങനെയുള്ള കാര്യങ്ങൾ ഞാൻ പഠിക്കും. അങ്ങനെ കണ്ടിന്യൂസ് ഞാൻ വളരെ ദിശ PSCയുടെ ഈ ക്ലാസ് റൂമിലെ കംപ്ലീറ്റ് വീഡിയോസും ഞാൻ 100% ഞാൻ യൂസ് ചെയ്തു. വീഡിയോസും മാത്രമല്ല, PDF നോട്ടുകൾ, എക്സാമുകൾ, മോക്ക് ടെസ്റ്റുകൾ നിരവധി തവണ ഞാൻ അറ്റൻഡ് ചെയ്തു. റാങ്ക് ഫയൽ മാക്സിമം കഴിഞ്ഞു. പെട്ടെന്ന് തന്നെ ഞാനത് കവർ ചെയ്യാൻ ശ്രമിച്ചു. പിന്നെ തൊഴിൽ വാർത്ത, തൊഴിൽ വീതി, അതിലൊക്കെ വരുന്ന ക്വസ്റ്റ്യൻസ് എല്ലാം നോട്ട് ചെയ്ത് വെക്കും. റെഡ് മാർക്ക് ഇട്ട് ചെയ്ത് വെക്കും. റെയർ ക്വസ്റ്റ്യൻസ് എല്ലാം റെഡ് മാർക്ക് ഇട്ട് ചെയ്ത് വെക്കും. എനിക്ക് എക്സാമിന് മുമ്പ് ഒരു പ്രോപ്പർ റിവിഷൻ ചെയ്യാനുള്ള ഒരു സമയം കിട്ടി. ഇനി ഒരു എടുത്തു പറയേണ്ട ഒരു കാര്യമുണ്ട്. ദിശ PSCയിലെ ഒരു ഇംഗ്ലീഷ് ക്ലാസ്, എൻ്റെ ജീവിതത്തിൽ ഞാൻ കണ്ടിട്ടില്ലാത്ത കിച്ചു ദീപു എന്ന് പറഞ്ഞ ഒരു ടീച്ചർ ഇംഗ്ലീഷ് ക്ലാസ് എടുക്കുന്നുണ്ട്. എന്താണെന്നറിയാമോ, എനിക്ക് ഗ്രാമർ വലിയ ഇഷ്ടമാണ്, എനിക്കത് അത്യാവശ്യം അറിയുകയും ചെയ്യാം. പക്ഷേ വൊക്കാബുലറി എനിക്ക് കൊന്നാൽ എനിക്ക് പഠിക്കാൻ പറ്റത്തില്ല. ഫോറിൻ വേർഡ്സ്, ഫ്രൈസൽ വെർബ്സ്, മീനിങ്സ്, ഇഡിയംസ്, ഇതൊന്നും നമ്മുടെ മനസ്സിൽ നിൽക്കത്തേയില്ല. ഈ കിച്ചുദീപു എന്ന് പറയുന്ന ഈ ടീച്ചർ ഫ്രൈസൽ വെർബ്സൊക്കെ പഠിക്കുന്നത് ഒരു പ്രാവശ്യം കേട്ടാലുണ്ടല്ലോ, ടീച്ചർ കണക്ട് ചെയ്ത് ഒരു സ്റ്റോറി പോലെയാണ്. എൻ്റെ ജീവിതത്തിൽ ഇങ്ങനെ ഒരു ഇംഗ്ലീഷ് ടീച്ചറിനെ ഞാൻ കണ്ടിട്ടില്ല. ഒരു കോച്ചിങ് സെൻറ്ററിലും ഒരു വീഡിയോസിലും ഞാനിങ്ങനെ കണ്ടിട്ടില്ല. അതുകൊണ്ട് ഈ കിച്ചുദീപു ടീച്ചറിന് ഒരു വലിയ ഹായ്, പിന്നെ വലിയൊരു താങ്ക്സാണ്. പിന്നെ എല്ലാ ക്ലാസ്സുകളും വളരെ എക്സലൻ്റ് ആൻഡ് എഫക്റ്റീവാണ്. അത് ഇനി പറയാതിരിക്കാൻ പറ്റില്ല. കാരണം ഞാൻ ആ ക്ലാസ്സുകൾ കാണുമ്പോൾ ഞാൻ ആലോചിക്കും, സ്കൂൾ ടൈമിൽ ഇതുപോലുള്ള സാറന്മാരുണ്ടായിരുന്നു, ഞാനിപ്പോൾ IFS എടുത്തതിന്. അത്രയ്ക്ക് നല്ല ക്ലാസ്സുകളാണ്. ഞാൻ ഈ ക്ലാസ് ഇഷ്ടപ്പെട്ടുകൊണ്ട് എൻ്റെ ഇതുപോലെ PSCക്ക് വേണ്ടി ഹാർഡ് വർക്ക് ചെയ്യുന്ന കുറേ കൂട്ടുകാരികൾക്ക് റെക്കമെൻഡ് ചെയ്തു. അവരൊക്കെ ഈ ക്ലാസ് കിട്ടിയപ്പോൾ അവരെന്നെ വിളിച്ചിട്ട് എത്ര നല്ല ക്ലാസ്സാണെന്ന് പറഞ്ഞ് എപ്പോഴും എന്നെ വിളിക്കുമ്പോൾ ഇങ്ങനെ ദിശ PSCയുടെ ക്ലാസ്സുകളെ കുറിച്ച് നമ്മൾ പറയും, നമ്മൾക്കൊക്കെ നേരത്തെ ഈ ബുദ്ധി എന്തുകൊണ്ട് തോന്നിയില്ല എന്നൊക്കെ. അതുപോലെ തന്നെ ഞാനിപ്പം പല റാങ്ക് ലിസ്റ്റ് സ്റ്റാറ്റസൊക്കെ ഇടുമ്പോഴും ഫേസ്ബുക്കിൽ ഷെയർ ചെയ്യുമ്പോഴൊക്കെ ഒരുപാട് പേര് എന്നെ വിളിച്ചിട്ട് ചോദിക്കാറുണ്ട് എങ്ങനെയുണ്ട് ക്ലാസ്സുകൾ. അവർക്കൊക്കെ ഞാൻ എങ്ങനെയാണെന്ന് പറഞ്ഞു കൊടുക്കാറുണ്ട്. ഒരുപാട് പേര് അഡ്മിഷൻസ് എടുത്തായിരുന്നു. അങ്ങനെ അത്യാവശ്യം പോർഷൻസൊക്കെ കംപ്ലീറ്റ് ആയി. ഇനി റിവിഷൻ്റെ ടൈമാണ്. ആ സമയത്താണ് ദിശ PSC ASDF എന്ന് പറയുന്ന ഒരു റിവിഷൻ ബുക്ക് ഇറക്കുന്നത്. കണ്ട മാത്രമേ തന്നെ ഞാനത് ഓർഡർ ചെയ്തു, അത് പഠിച്ചു. ഒന്നല്ല ഒരുപാട് തവണ ഞാൻ റിവൈസ് ചെയ്തു. റെയർ ക്വസ്റ്റ്യൻസ് അതിൽ ഒരുപാടുണ്ട്. അതെല്ലാം റെഡ് ഇട്ട് മാർക്ക് ചെയ്ത് വെച്ചു. എക്സാമിന് പോകുന്നതിന് തൊട്ട് മുമ്പ് ആ ബുക്ക് മാത്രം മതിയായിരുന്നു എനിക്ക്. അങ്ങനെ ആ റിവിഷൻ ബുക്കൊക്കെ എല്ലാം യൂസ് ചെയ്തു. എല്ലാം നന്നായിട്ട് ഞാൻ മാക്സിമം വർക്ക് ചെയ്തു. പൊല്യൂഷൻ കൺട്രോൾ ബോർഡിൻ്റെ എക്സാമാണ്, അതിൻ്റെ പ്രിലിമിനറി ഞാൻ പാസ്സായിരുന്നു. അതുപോലെ തന്നെ കമ്പനി ബോർഡ് ഗ്രേഡ് 2 ടൈപ്പിസ്റ്റ്, അതിന് 10th പ്രിലിമിനറി ആയിരുന്നു. പൊല്യൂഷൻ കൺട്രോളിൻ്റെ +2 പ്രിലിമിനറി ആകണമായിരുന്നു. അതുപോലെ ഡിഗ്രി പ്രിലിമിനറി എനിക്ക് കിട്ടിയായിരുന്നു. അങ്ങനെ പൊല്യൂഷൻ കൺട്രോൾ ബോർഡിൻ്റെ എക്സാമാണ് ആദ്യം എഴുതിയത്. അത്യാവശ്യം നന്നായിട്ട് സ്കോർ ചെയ്തു. അത് ഓൺലൈൻ ടെസ്റ്റായിരുന്നു. എനിക്ക് തോന്നുന്നു ഓൺലൈൻ ടെസ്റ്റ് വളരെ നല്ലതായിട്ട് തോന്നി ബബിളിങ്ങിനെക്കാട്ടിയും. കാരണം നമുക്ക് മിസ്റ്റേക്സൊക്കെ മാറ്റാൻ പറ്റും. അത്യാവശ്യം നന്നായിട്ട് എഴുതി. കമ്പനി ബോർഡ് എഴുതി. LD ടൈപ്പിസ്റ്റ്, വേരിയസ്, കമ്പ്യൂട്ടർ അസിസ്റ്റൻ്റ്, ഒറ്റ പരീക്ഷ. അതിൽ സപ്ലൈകോയും ഉണ്ടായിരുന്നു LD ടൈപ്പിസ്റ്റിൻ്റെ. അങ്ങനെ എക്സാമുകളെല്ലാം എഴുതി കഴിഞ്ഞ് എനിക്ക് പൊല്യൂഷൻ കൺട്രോൾ ബോർഡാണ് ആദ്യം വരുന്നത്. സ്റ്റേറ്റ് വൈഡ് എക്സാം ആയിരുന്നു. 47ാമത് റാങ്കാണ്. അതിൽ അഡ്വൈസ് 5. അങ്ങനെ എനിക്ക് ആദ്യമായിട്ട് അഡ്വൈസ് വരുവാണ്. ഓൺ IGS എന്നുള്ള ആ ഒരു കാർഡ് കിട്ടിയ നിമിഷം അത് പറഞ്ഞറിയിക്കാൻ പറ്റാത്തതായിരുന്നു. ഇറ്റ് വാസ് എ റെഡ് ലെറ്റർ ഡേ. നമ്മുടെ കിച്ചു ദീപു ടീച്ചറിൻ്റെ ഭാഷയിൽ ഇറ്റ് വാസ് എ റെഡ് ലെറ്റർ ഡേ ഫോർ മീ. അതായിരുന്നു.
അങ്ങനെ അപ്പോയിൻമെൻറ്റ് ഓർഡർ വന്നു. പത്തനംതിട്ട ഡിസ്ട്രിക്റ്റ് ഓഫീസിൽ LD ടൈപ്പിസ്റ്റായി നിയമിതയായി. അഡ്വൈസ് കിട്ടി. എനിക്ക് ദിശ PSC ദൂരെ ആയതുകൊണ്ട് അങ്ങോട്ട് കൊണ്ടുവരാൻ കഴിഞ്ഞില്ല. നേരെ അതും കൊണ്ട് ടൈപ്പിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ടിലെ ടീച്ചറിനെ കാണിച്ചു. ഞാൻ അഡ്വൈസ് കൊണ്ടു ചെന്നപ്പോൾ ഒരുപാട് പിള്ളേർ നോക്കട്ടെ ചേച്ചി ഈ അഡ്വൈസ് ഞങ്ങളാരും കണ്ടിട്ടില്ല എന്നൊക്കെ പറഞ്ഞ് ഓടി വന്ന് ഗവൺമെൻറ് ഓഫ് കേരള PSC ഓൺ IGS എന്നുള്ള ലെറ്റർ എല്ലാവരും എടുത്തു വെച്ച് നോക്കി. അപ്പം ഞാനും പറഞ്ഞു, ഞാനും മുമ്പ് എനിക്ക് ഇവിടെ ഇരിക്കുമ്പോൾ നമ്മുടെ സീനിയേഴ്സൊക്കെ ഇതുകൊണ്ട് വരുമ്പോൾ ഞങ്ങളും ഇങ്ങനെ ഞങ്ങൾക്ക് എന്നാ ഇങ്ങനെ ഒരു ലെറ്റർ കിട്ടുമെന്ന് നോക്കി ഇരിക്കാറുണ്ടായിരുന്നു. നിങ്ങളെല്ലാവരും പഠിച്ചാൽ വിജയം സുനിശ്ചിതമാണെന്ന് ഞാൻ അവരെ മോട്ടിവേറ്റ് ചെയ്തു. അങ്ങനെ ഓരോരോ റാങ്ക് ലിസ്റ്റുകൾ വരാൻ തുടങ്ങി. നമ്മളെപ്പോഴും PSCക്ക് പഠിക്കുമ്പോൾ ആദ്യത്തെ ഒരു 100-നകത്ത് നമ്മുടെ റാങ്ക് ആവണേന്ന് പ്രാർത്ഥിക്കാറുണ്ട്. പക്ഷേ എനിക്ക് പത്തനംതിട്ട LD ടൈപ്പിസ്റ്റ് വേരിയസ് ലിസ്റ്റിൽ എനിക്ക് 6th റാങ്ക് ഹോൾഡർ ആവാൻ കഴിഞ്ഞു. ദിശ PSCയോട് വലിയൊരു താങ്ക്സ് ഞാൻ പറയുകയാണ്. അതുപോലെ തന്നെ പിന്നെ യൂണിവേഴ്സിറ്റി കമ്പ്യൂട്ടർ അസിസ്റ്റൻറ്റ് 133 റാങ്ക്, സെക്രട്ടറിയേറ്റ് കമ്പ്യൂട്ടർ അസിസ്റ്റൻറ്റ് 133 റാങ്ക്, കമ്പനി ബോർഡ് സപ്ലിമെൻ്ററി ലിസ്റ്റ് 1 പക്ഷേ അത് കിട്ടുന്ന ഒരു പൊസിഷനായിരുന്നു. അവിടെ ഞാൻ ഡിലിഷൻ കൊടുത്തിട്ടുണ്ട്. പിന്നെ LD ടൈപ്പിസ്റ്റ് വേരിയസ് NJD കൊടുത്തു. അങ്ങനെ ഞാൻ മുഖേന 2 കുട്ടികൾക്ക് പെട്ടെന്ന് ജോലിയാവും. അതും വലിയൊരു സാറ്റിസ്ഫാക്ഷൻ. ഞാനങ്ങനെ വളരെ എഫേർട്ട് എടുത്ത് പഠിച്ചു. കാരണം സമയമില്ലായ്മയിൽ നിന്ന് സമയം കണ്ടെത്തി ഞാൻ പഠിച്ചു. ഇരുന്ന് പഠിക്കാൻ പറ്റിയില്ലെന്നെങ്കിൽ ഞാൻ കേട്ട് പഠിച്ചു. അങ്ങനെ ലിസണിങ് ആയിരുന്നു, ലേണിംഗ് ത്രൂ ലിസണിങ് എന്ന ഒരു മെത്തേഡിലൂടെ മാക്സിമം ഇരുന്ന് പഠിക്കാനുള്ള സമയം ഞാൻ തന്നെ കണ്ടെത്തി ഞാൻ കഷ്ടപ്പെട്ട് ജയിച്ചു വന്ന ഒരാളാണ്. അതുകൊണ്ട് ഞാൻ ഇപ്പം ഞാനൊരു 9 ലിസ്റ്റിലാണുള്ളത്. റാങ്ക് ലിസ്റ്റ് 9 ലിസ്റ്റിലുണ്ട്. ഇനി നമ്മുടെ ഇപ്പോൾ PSC പഠിക്കുന്ന കുട്ടികളോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾക്ക് 3 ശത്രുക്കളാണുള്ളത്. ഒന്ന്, നിങ്ങളുടെ ഉറക്കം. നമ്മൾ കുറച്ചുറങ്ങുക, കൂടുതൽ പഠിക്കുക. കുറച്ച് നാൾ കഷ്ടപ്പെട്ടാൽ നമുക്ക് ജീവിതകാലം മുഴുവൻ സന്തോഷിക്കാം. 2, നമ്മൾ നെഗറ്റീവിൽ തുടരുത്. നെഗറ്റീവ് നമ്മുടെ ജീവിതം മാറിമറിക്കും. അറിഞ്ഞുകൂടെങ്കിൽ പേന മടക്കി വെച്ച് അവിടെ ഇരിക്കുക. ഇനി 3 എന്ന് പറയുന്നത് ടൈം, ആക്യുറസി. നമ്മുടെ ബബിളിങ്ങിൽ ഉണ്ടാകുന്ന ചെറിയ വേരിയേഷൻ നമ്മുടെ മാർക്ക് മൈനസ് ആക്കാം. അങ്ങനെ എനിക്ക് ഒരുപാട് പറ്റിയിട്ടുണ്ട്. ഞാൻ ആദ്യത്തെ സപ്ലിമെൻ്ററി ലിസ്റ്റിലുള്ള കാര്യങ്ങൾ നമ്മൾ വിചാരിച്ച മാർക്കല്ല നമുക്ക് റിസൾട്ട് വരുമ്പോൾ വരുന്നത്. അപ്പോൾ ആ എക്സാമുകൾ എഴുതി പ്രാക്ടീസ് ബബിൾ ചെയ്ത് ശീലിക്കുക. ഇതാണ് PSC കുട്ടികളോട്, ഇപ്പോൾ പഠിക്കുന്ന കുട്ടികളോട് എനിക്ക് പറയാനുള്ളത്. ഇനി വേറൊരു കാറ്റഗറി ഉണ്ട്, അത് എൻ്റെ കാറ്റഗറി തന്നെയാണ്. എനിക്ക് പഠിക്കാൻ സമയമില്ല, ഞാൻ കല്യാണം കഴിഞ്ഞു, ഇനി എനിക്ക് ഒന്നിനും വീട്ടുകാർ സപ്പോർട്ടീവല്ല, അങ്ങനെ പറയുന്നവരോട് നമ്മൾ രക്ഷപ്പെടണമെങ്കിൽ നമ്മൾ വിചാരിക്കണം. നമ്മൾ സമയം കണ്ടെത്തി നമ്മൾ അതിനു വേണ്ടി എങ്ങനെയും പഠിക്കാം. കേട്ടാണെങ്കിൽ കേട്ട്, എഴുതിയാണെങ്കിൽ എഴുതി, എങ്ങനെയും നമ്മൾ കഷ്ടപ്പെട്ടാൽ നമ്മുടെ ജീവിതം നമുക്ക് സേഫാക്കാം. ഇനി അടുത്തത് പാരൻസിനോടാണ്. എൻ്റെ അവസ്ഥ ആയതുകൊണ്ടാണ് ഞാൻ പാരൻസിനോട് ഇങ്ങനൊരു അഡ്വൈസ് പറയുന്നത്. പ്രത്യേകിച്ച് പെൺകുട്ടികൾ ജോലി കിട്ടിയിട്ട് മാത്രം വിവാഹം കഴിപ്പിക്കാൻ ശ്രമിക്കുക. അവരെപ്പോഴും സന്തോഷമുള്ളവരാവണമെങ്കിൽ, നിങ്ങൾ സന്തോഷമുള്ളവരായിരിക്കണമെങ്കിൽ നിങ്ങളുടെ കുട്ടികൾക്ക് ഏറ്റവും നല്ല വിദ്യാഭ്യാസം, ഏറ്റവും നല്ല ജോലി അത് സാധ്യമാക്കിയിട്ട് വിവാഹം കഴിപ്പിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് എപ്പോഴും സന്തോഷത്തോടെ ജീവിക്കാൻ പറ്റും. എല്ലാവരും നന്നായിട്ട് പഠിക്കുക, ജോലി നേടുക. നന്ദി. ദിശ PSCയോട് എൻ്റെ ഹൃദയം നിറഞ്ഞ നന്ദി അറിയിക്കുന്നു.